ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. IFAB സ്വിറ്റ്സർലാൻഡ് അർജന്റീന മത്സരത്തിൽ റഫറിയുടെ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറഞ്ഞത്. അത് പലർക്കും മനസ്സിലായിട്ടില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന് പോലും. അതായത് അതിൽ വന്ന കമന്റ്സാ, എടാ ഇപ്പോഴും കരിച്ചിൽ കഴിഞ്ഞിട്ടില്ലേ, അപ്പോ ഈ ഡൈവ് ചെയ്യണമെന്നൊന്നും യെല്ലോ കാർഡ് ഇല്ല എന്നാണോ നീ പറയണത്? ഞാൻ ആ വീഡിയോയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, എംബോളോക്ക് സെക്കൻഡ് യെല്ലോ കാർഡ് ഡിസേർവ്ഡ് ആണ്, എംബോളോ ഡൈവ് ചെയ്തതാണ്. പക്ഷെ ആ യെല്ലോ കാർഡ് കൊടുത്ത രീതിയാണ് IFAB പറഞ്ഞത് റഫറിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന്. അതായത് വാറ് പ്രകാരം ഒരു അർജന്റീന താരത്തിന് നൽകിയ യെല്ലോ കാർഡ് പിൻവലിച്ചിട്ട് ഓപ്പോസിറ്റ് താരത്തിന് നൽകാൻ പറ്റൂല. അതാണ് മിസ്റ്റേക്ക്, അതാണ് IFAB പറഞ്ഞത്. അല്ലാതെ ഇവിടെ അർജന്റീനയെ കുറ്റപ്പെടുത്തിയതല്ല, എംബോളോ യെല്ലോ കാർഡിന് ഡിസേർവ്ഡ് അല്ല എന്നല്ല പറഞ്ഞത്. ആ ചൂസ് ചെയ്ത പാത്ത്, അതാണ് മിസ്റ്റേക്ക് ആയത്. അതൊന്നും മനസ്സിലാക്കുക. അപ്പൊ അല്ലാതെ ഇതിനും കരിച്ചില് പിരിച്ചില് ഇതൊന്നും പറയല്ല. എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കി തന്നതാണ്, അല്ലാതെ അവിടെ അർജന്റീനയെ കുറ്റപ്പെടുത്തിയതല്ല. പലർക്കും അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. പിന്നെ അതിൽ ഒരുപാട് പേര് പറഞ്ഞു, ബ്രോ അപ്പോ USA പാരാഗ്വേ മത്സരത്തിൽ സെയിം സംഭവമല്ലേ, അപ്പൊ അതെന്താ പറയാത്തെന്നുള്ളത്. സത്യം പറഞ്ഞാൽ USA പാരാഗ്വേ മത്സരത്തിലെ സംഭവം എന്റെ ഓർമ്മയിലില്ല, അത് വേറെ കാര്യം. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു ഈ സെയിം സംഭവം USA പാരാഗ്വേ കേസ് ആൽമറോന്റെ ഇഷ്യൂ എന്നൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെയിം സംഭവമാണെങ്കിൽ IFAB അതും വ്യക്തമാക്കണമായിരുന്നു. ആ മത്സരത്തിൽ റഫറിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയണമായിരുന്നു. അല്ലാതെ അർജന്റീനയുടെ മത്സരം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് IFAB കാണിച്ചത് മോശമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ USA പാരാഗ്വേ മാച്ചിലും റഫറിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് IFAB പറയണമായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിപ്പോ ഏത് മത്സരത്തിൽ സംഭവിച്ചാലും റഫറിക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റി എന്നതാണ് അൾട്ടിമേറ്റ് പോയിന്റ്. ഓക്കെ, അല്ലാതെ നിങ്ങളുടെ ടീമിനെ കളിയാക്കുക, ടീമിനെ കുറ്റപ്പെടുത്തല്ലേ ചെയ്യുന്നത്. റഫറിയുടെ മിസ്റ്റേക്ക് പറ്റി, അത് എന്തുകൊണ്ടാണെന്നുമാണ് പറഞ്ഞത്. ഈ വീഡിയോയിലെങ്കിലും മനസ്സിലായെന്ന് കരുതുന്നു. അല്ലാതെ ഇതിന്റെ അടിയിൽ വന്നിട്ടും കരിച്ചിട്ട് തീർന്നില്ലെന്ന് പറയില്ല. എന്താടാ?